ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, അവസാന ഞായറാഴ്ചയിലൂടെ വലിയ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈശോയുടെ പീഡാസഹനം, മരണം, ഉത്ഥാന ദിനങ്ങളെ അനുസ്മരിക്കുന്ന വലിയ ആഴ്ചയിൽ സത്യത്തിൽ ഈ അവസാന ഞായറാഴ്ച നാം എന്താണ് ആഘോഷിക്കുന്നത്, ഓർമ്മിക്കുന്നത്? ഒരു യാത്രയാണ് സത്യത്തിൽ ഈശോയുടെ ജീവിതം. പിതാവിൻ്റെ അരികിൽ നിന്ന് മനുഷ്യനായി അവതരിക്കുന്ന ഈശോ മനുഷ്യാവതാര കർമ്മം പൂർത്തിയാക്കി പിതാവിലേക്ക് തിരിച്ചു പോകുന്ന ഒരു യാത്രയാണ് സത്യത്തിൽ വിശുദ്ധ ഗ്രന്ഥാടിസ്ഥാനത്തിൽ ഈശോയുടെ ജീവിതം. പലസ്തീനയുടെ ഭൂപ്രകൃതി ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. 3 ഭാഗങ്ങളുണ്ട് ഈശോയുടെ കാലത്ത് പാലസ്തീനയ്ക്ക്. തെക്ക് ഭാഗം ഒരുപക്ഷെ യൂദയ എന്ന് വിളിക്കുന്നു, മധ്യഭാഗത്തെ സമറിയ, വടക്ക് ഭാഗത്തെ ഗാലിലി. തീർച്ചയായിട്ടും ഈശോയുടെ പ്രവർത്തനങ്ങൾ ലൂക്കയുടെ സുവിശേഷ പ്രകാരം ബാല്യകാല വിവരണത്തിന് ശേഷം ഈശോ കൂടുതലും പ്രവർത്തിക്കുന്നത് ഈ ഗാലിലി കേന്ദ്രീകരിച്ചാണ്. ലൂക്ക 9:50 ശേഷം നമ്മൾ വേണം, ആരോഹണത്തിന്റെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവൻ ജെറുസലേമിലേക്ക് യാത്ര തിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഈ യാത്ര? പിതാവിന്റെ ഹിതാനുസരണം മനുഷ്യരക്ഷ പൂർത്തിയാക്കാനുള്ള യാത്രയാണത്. അപ്പോൾ ഈ ലൂക്കയുടെ ശേഷം 9 മുതൽ ജെറുസലേമിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്, പീഡാസനങ്ങൾക്ക് വേണ്ടി. അതിനിടയിൽ ഓർമ്മപ്പെടുത്തലുകളൊക്കെ ഉണ്ട്. ഗലീലിലായിരുന്നവൻ തീർച്ചയായിട്ടും ഈ ജെറുസലേം അവിടേക്ക് എത്തേണ്ടതുണ്ട്. അതിൽ ഈ ഒരു യാത്രയുടെ സമാപ്തിയാണ് ഈ അവസാന ഞായറാഴ്ച ഈശോയുടെ രാജകീയ പ്രവേശനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. അത് പ്രവചനങ്ങളുടെ പൂർത്തീകരണവും കൂടിയാണ്. 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ രാജകീയ പ്രവേശനത്തിലൂടെ ഈശോ ചെയ്യുക. ഒന്നാമതായിട്ട് താനാണ് പ്രവചനപ്രകാരമുള്ള മിശിഹ എന്ന് ജനങ്ങളുടെ മുമ്പാകെ അവൻ തന്നെ പ്രഖ്യാപിക്കുന്നു. രണ്ടാമത്തേത് പിതാവിന്റെ ഹിതാനുസരണമുള്ള മനുഷ്യരക്ഷ പൂർത്തീകരിക്കുക. ഇത് രണ്ടും പ്രസക്തമാണ്. പ്രവചനങ്ങൾ നോക്കുക. നമ്മൾ അവസാന ഞായറാഴ്ച വായിക്കുന്ന വായനകളിൽ ഇതെല്ലാം ഉണ്ട്. സക്രിയയുടെ പുസ്തകം 9, സിയോൻ പുത്രി, ജെറുസലേം പുത്രി, ആനന്ദിച്ചാർത്തുല്ലസിക്കുക, നിന്റെ രാജാവിത വിനയാനിതനായി കഴുതപ്പുറത്തേറി വരുന്നു. പ്രവചനപ്രകാരം ദാവീദിന്റെ പുത്രനാണ് മിശിഹായായ ഈശോ. 2 സാമൂഹിക 7 നമ്മൾ ആ പ്രഖ്യാപനം നാഥാനിൽ നിന്ന് ദാവീദിന് ലഭിക്കുന്നുണ്ട്. നിന്റെ പുത്രൻ അല്ലെങ്കിൽ സന്തതി. ആരാണ് ഈ സന്തതി? സോളമനാണോ? തീർച്ചയായിട്ടും സോളമൻ ഇതുപോലുള്ളൊരു രാജകീയ പ്രവേശനം നടത്തുന്നുണ്ട്. 2 രാജാക്കന്മാര് ഒന്നിൽ സോളമൻ രാജാവായി അഭിഷേകം ചെയ്യുന്നത്, തൻ്റെ രാജ്യത്വം ഏറ്റെടുക്കുന്നത് ഒരു രാജകീയ സ്വീകരണം അല്ലെങ്കിൽ പ്രവേശനത്തിലൂടെയാണ്. ഈശോ ഇത് തന്നെ ഇത് വീണ്ടും പുനരാവിഷ്കരിക്കുകയാണ്. അതുപോലെ തന്നെ 2 രാജാക്കന്മാർ 9 ജഹു ഇതേപോലെ രാജാവായിട്ട് വരുമ്പോൾ കഴുതപ്പുറത്തേറിയാണ് വരുന്നത്. ഇതെല്ലാം ദാവീദിന്റെ വംശപരമ്പരയിലാണ്. തീർച്ചയായിട്ടും ഇതിന്റെ അവസാനത്തെ കണ്ണി, അതായത് പ്രവചനപ്രകാരമുള്ള യഥാർത്ഥ ദാവീദിന്റെ സന്തതി മിശിഹായ ക്രിസ്തുവാണെന്ന്, നസ്രായന യേശുവാണെന്ന് ഈ പ്രഖ്യാപനത്തിലൂടെ നമ്മളിവിടെ കണ്ടെത്തുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ ജനങ്ങൾ ആലപിക്കുന്നത് സന്ദർഭോചിതമാണ്. 118 സങ്കീർത്തനം അതിൽ ഇപ്രകാരം അല്ലെ, ക്രിസ്തുവിനെ വരവേൽക്കുമ്പോൾ ജനം പാടുന്ന സങ്കീർത്തനങ്ങൾ നോക്കുക. ഈ രാജകീയ അല്ലെങ്കിൽ മിശിഹായുമായിട്ട് ബന്ധപ്പെട്ട പ്രവചനങ്ങളാണ് അവർ അവിടെ ആലപിക്കുന്നത്. 3 കാര്യങ്ങളാണ് അവിടെ ഉണ്ടാകേണ്ടത്. ഒന്ന്, തുറന്ന വാതിലുകൾ ഉണ്ടാകണം. രണ്ടാമത്തേത് ഓശാന വിളികൾ ഉണ്ടാകണം. ഓശാന എന്ന വാക്കിന്റെ അർത്ഥം യേശുവായിട്ട് ബന്ധപ്പെട്ടതാണ്. ആഷ, രക്ഷിക്കുക. ആരാണ്? യാഹ്വേ. അപ്പൊ യേശുവേ, ആ പേര് തന്നെ, ഓശാന, ആ പദമെല്ലാം ദൈവം ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള ആ ഒരു വിളിയാണ് മനുഷ്യൻ്റേത്. എന്തുകൊണ്ടാണ് അവർ അത്തരത്തിൽ വിളിക്കുന്നത്? അടിമത്തത്തിലായിരുന്ന ജനം നൂറ്റാണ്ടുകളായി എത്രയോ അടിമത്തങ്ങളുടെയും ദുഃഖം ഈ ജനത പേറേണ്ടി വരുന്നു. ഇതിനൊരു അവസാനം ഉണ്ടാകണം. അതാണ് ക്രിസ്തുവിനെ നോക്കി അവർ ആർത്ത് വിളിക്കുന്നത്. അതുപോലെ തന്നെ എവിടെയും മൂന്നാമതായിട്ട് അനുഗ്രഹങ്ങൾ ഉണ്ടാകണം. മിശിഹ വരുമ്പോൾ ഈ 3 കാര്യങ്ങൾ സംഭവിക്കണം. ഇന്ന് ഈശോ ജെറുസലേമിലേക്ക് തന്നെ പ്രവേശിക്കുമ്പോൾ ഈ 3 കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നതെന്ന് വ്യക്തമാണ്. തുറന്ന വാതിലുകൾ, ഓശാന വിളികൾ, അതുപോലെ കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. എല്ലാവർക്കും അനുഗ്രഹങ്ങളുണ്ട്. തീർച്ചയായിട്ടും അത് സന്ദർഭോചിതം എന്നതിനേക്കാളും പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്. അതുപോലെ ഒലിവ് മലയുടെ കീഴെയുള്ള താഴ്വാരത്തുള്ള ഒരു ദേശത്ത് നിന്നാണ് ഈ യാത്ര ആരംഭിക്കുന്നത് തന്നെ. ഒലിവുമല മിശിഹായുമായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ്. പ്രവചനപ്രകാരം മിശിഹ വരുന്നത് യഹൂദ പശ്ചാത്തലത്തിൽ അവരുടെ വിശ്വാസ പ്രമാണം പ്രകാരം ഒലിവ് മലയുടെ അവിടെയാണ് ഈ മിശിഹ വന്ന് അണയുക. അതുകൊണ്ട് ഈ ഭക്തരായ യഹൂദരൊക്കെ എന്താണ് ചെയ്യുന്നത്? അവര് തങ്ങളെ മരിച്ചു കഴിയുമ്പോൾ അടക്കുന്നതൊക്കെ ഈ ഒലിവുമലയുടെ പരിസര പ്രദേശങ്ങളിലാണ്. അവർ വിശ്വസിക്കുന്നത് മിശിഹ വരുമ്പോൾ മിശിഹായെ ആദ്യം കാണാൻ സാധിക്കും, ഉയർത്തെഴുന്നേറ്റ് മിശിഹായുടെ വിരുന്നിനൊക്കെ ഇരിക്കാൻ സാധിക്കുമെന്നാണ്. അതുകൊണ്ട് പുരോഹിതന്മാരുടെ ഗ്രാമം ബേത്ഫഹ
തീർച്ചയായിട്ടും നമ്മളതിനകത്ത് വായിക്കുന്നുണ്ട്. അവിടെ നിന്നാണ്. അപ്പോൾ ഈശോ അത് തന്നെ എടുക്കുകയാണ്. തൻ്റെ പൗരോഹിത്യവും കൂടിയാണ് ഇതിനകത്ത് ഈശോ ഇവിടെ പ്രസ്താവ്യമായിട്ട് മാറ്റുക. രാജ്യത്വം, മിശിഹാത്വം, അതുപോലെ തന്നെ ഈ തൻ്റെ പൗരോഹിത്യവും കൂടിയാണ്. സ്വാഭാവികമായിട്ട് ഇതെല്ലാം പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് ഈ ദിവസങ്ങൾ, അല്ലെങ്കിൽ ഓശാനയുടെ ദിവസത്തിൽ നമ്മൾ കാണുക. നമ്മൾ എന്താണ് ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം? സത്യത്തിൽ മർക്കോസിന്റെ സുവിശേഷ പ്രകാരം, അല്ലെങ്കിൽ സമാന്തര സുവിശേഷ പ്രകാരം ഈശോ പ്രലോഭിതനാകുന്നുണ്ട്. ഈ പിശാച് ഇവനോട് പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഇന്ന് ആർപ്പ് വിളിക്കുന്നത് പോലെ നിനക്ക് വേണ്ടി അവർ ആർപ്പ് വിളിക്കും. അതിപ്പോൾ തന്നെ സംഭവിക്കണം. അത്ഭുതങ്ങൾ ചെയ്യുന്നതിന് മുമ്പ്, സഹനങ്ങൾ ഏറ്റെടുക്കുന്നതിന് മുമ്പ്, ഒരുപക്ഷെ ദൈവഹിതം മറ്റൊന്നാണ് ഈശോ ചെയ്യുക. അതുകൊണ്ടാണ് പിശാച് അവന് നൽകുന്ന പ്രലോഭനം ഈ ഓശാന ഞായറാഴ്ച നേരത്തെയാക്കുവാനായിരുന്നു. നീ ചാടുക, കല്ലുകളെ അപ്പമാക്കുക, അതിലൂടെയുള്ള ജലം നിന്നെ കരഘോഷം മുഴക്കി നിന്നെ മിശിഹായായിട്ട് വാഴ്ത്തും. ഈശോ തെരഞ്ഞെടുക്കുന്നത് പിതാവിന്റെ വഴിയാണ്. മർക്കോസിന്റെ സുവിശേഷ പ്രകാരം സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് അവൻ മിശിഹായിട്ട് മാറുന്നത്. ഓരോ അത്ഭുതം കഴിയുമ്പോഴും മിസ്സിയാനിക് സീക്രട്ട് എന്ന് നമ്മൾ പറയുന്നത് മിണ്ടരുത്, ആരോടും പറയരുതെന്ന് പറയും. പക്ഷെ ഇന്ന് ഈശോ പറയുന്നത് ഇവർ ആർത്ത് വിളിച്ചില്ലെങ്കിൽ ഈ കല്ലുകൾ പോലും ആർത്ത് വിളിക്കുമെന്ന് പറയുന്നത്. എല്ലാവരോടും തന്നെ മഹത്വപ്പെടുത്താൻ പറയുന്നുണ്ട്. ഓശാന തീർച്ചയായിട്ടും ഈശോയുടെ കാഴ്ചപ്പാടിൽ പിശാചിന്റെ പ്രലോഭനത്തിന്റെ ആ വേളയിലല്ല നടത്തേണ്ടത്, മറിച്ച് അവന്റെ കഷ്ടതകളുടെ നിമിഷങ്ങളിലാണ് അവൻ മിശിഹായായിട്ട് മാറുന്നത്. ഇത് നമുക്ക് തീർച്ചയായിട്ടും വലിയൊരു പാഠമാണ്. നമുക്കും ഓശാനയുടെ ഒരു ദിനമുണ്ട്. മഹത്വത്തിന്റെ ദിനങ്ങളിലല്ല സത്യത്തിൽ ഓശാന എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ആർപ്പുവിളികൾ നമ്മെ വാഴ്ത്തുന്നത്, അത് ഓശാനയുടെ ദിനം എന്നുള്ളത് സഹനങ്ങളുടെ മധ്യത്തിൽ ഒരുപക്ഷെ ആയിരിക്കാം. അധികാരം എന്നുള്ളത് ഈശോ മറ്റൊന്നായിട്ട് ഇവിടെ നിർവചിക്കുകയാണ് ചെയ്യുന്നത്. പിശാചിന്റെ കാഴ്ചപ്പാടിൽ അധികാരം എന്നുള്ളത് ഇതെല്ലാം നിനക്ക് ഞാൻ നൽകുമെന്നുള്ളതാണ്. ഭൗതിക തലത്തിലുള്ള ഒരു അധികാരം. പക്ഷെ ഈശോ അതിനെ പിതാവിന്റെ ഹിതം നിർവഹിക്കുന്നത് അതിലൂടെ ലഭിക്കുന്ന ആധികാരികതയായിട്ട് മാറ്റുകയാണ്. ആരൊക്കെ പിതാവിന്റെ ഹിതം നിർവഹിക്കുന്നുവോ അതാണ് ശുശ്രൂഷ എന്ന പദത്തിലൂടെയൊക്കെ. ഓശാനയിൽ തീർച്ചയായിട്ടും അധികാര സമവാക്യങ്ങളെ പറ്റിയൊക്കെ ചിന്തിക്കാൻ നമ്മെ ഈശോ പഠിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട്, എന്തിനാണ് ഈശോ ജെറുസലേം ദേവാലയത്തിലേക്ക് വരുന്നത്? ജെറുസലേം ദേവാലയം പ്രധാനമായിട്ട് ഈശോയുടെ പ്രബോധനങ്ങളുടെ ഇടമായിരുന്നു. അവൻ ദേവാലയത്തിൽ പഠിപ്പിച്ചിരുന്നു, ദേവാലയത്തിൽ അത്ഭുതങ്ങൾ ചെയ്തിരുന്നു, ദേവാലയത്തിൽ ക്രയവിക്രയം നടത്തുന്നവരെ അവൻ അവിടെ നിന്ന് പുറത്താക്കിയിരുന്നു, തൻ്റെ ഭവനത്തെ ശുചീകരിച്ചിരുന്നു. ഈശോ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്, ദേവാലയമാണ് ഒരുപക്ഷെ ദൈവത്തിൻ്റെ ഇടം, അതാണ് ദൈവാധിപത്യത്തിൻ്റെ ഇടം. ഉൽപ്പത്തിയിൽ 1 നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം 7-ാം ദിവസത്തെ വിശുദ്ധീകരിക്കുന്നു, ദൈവത്തിൻ്റെ സമയമായിട്ട് അതിനെ മാറ്റുന്നു. സാബത്ത്. പുറപ്പാടിന് ദിവസം 40 അവർ കൂടാരം നിർമ്മിക്കുന്നുണ്ട്, ദൈവമഹത്വം അവരുടെ മേൽ പ്രകാശിക്കുന്നു. ലൂക്കയുടെ സുവിശേഷത്തിൽ ഈശോയുടെ ജനനവേളയിൽ ഇടയന്മാരുടെ മേൽ ദൈവത്തിന്റെ പ്രകാശം നിപ്പിക്കുന്നുണ്ട്, ദൈവത്തിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിക്കുന്നു. അപ്പോൾ സത്യത്തിൽ എവിടെയാണ് ദേവാലയം? അത് ദൈവത്തിന്റെ പ്രവർത്തന മണ്ഡലം എവിടെയൊക്കെയുണ്ടോ അവിടെ അത് ദേവാലയമായി മാറുന്നു. ഓർക്കണം, യോഹന്നാന്റെ സുവിശേഷ പ്രകാരം അവരുടെ സിനഗോഗുകളിൽ നിന്നും ദേവാലയങ്ങളിൽ ഇവനെ പുറത്താക്കിയതാണ്. പുറത്താക്കിയവനാണ് ഇന്ന് പ്രഖ്യാപിക്കുന്നത് ദൈവത്തിന്റെ ആലയം എന്നുള്ളത് ദൈവത്തിന്റെ അധികാരത്തിന്റെ ഇടമാണ്. ഒരുപക്ഷെ നമ്മൾ പടുത്തുയർത്തിയ ദേവാലയങ്ങളെക്കാളും അത് ചിലപ്പോൾ അധികാരത്തിന്റെ ഇടങ്ങളായി മാറും, വാറവലകളുടെ ഇടങ്ങളായി മാറും. അതിനേക്കാളപ്പുറം ദൈവത്തിന്റെ പ്രവർത്തികൾ നടക്കുന്ന ഇടങ്ങളാണ് ദേവാലയമെന്ന് ഈശോ എന്ന് പ്രഖ്യാപിക്കുകയാണ്. അവിടെ ദൈവിക പ്രബോധനങ്ങൾ ഉണ്ടായിരിക്കണം, സൗഖ്യാനുഭവം ഉണ്ടായിരിക്കണം, സർവോപരി ഫലം നൽകുന്ന ഒരിടമായിരിക്കണം. അതുകൊണ്ടാണ് മർക്കോസ് സുവിശേഷം 11 ഈശോ അത്തിവൃക്ഷത്തെ ശപിക്കുന്നുണ്ട് ദേവാലയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ്. ഈ സമയമല്ലാതിരുന്നു, അത്തിവൃക്ഷം പൂക്കുകയും ഫലം ചൂടുകയും അല്ലാത്ത സമയമായിരുന്നു. അവിടെയാണ് ഫലം അന്വേഷിച്ച് ഈശോ വരുന്നത്. അങ്ങനെയാണെങ്കിൽ എപ്പോഴും ഫലം പുറപ്പെടുവിക്കേണ്ട ദേവാലയത്തിന്റെ ഗതി ഫലമില്ല എങ്കിൽ എത്രമാത്രം ദാരുണമായിരിക്കും. അപ്പോൾ ഈ ഓശാന ഞായറാഴ്ച എൻ്റെ കരങ്ങളിൽ കുരുത്തോലകൾ ഉണ്ടാകും, അതരങ്ങളിൽ ഓശാനയുടെ ആർപ്പുവിളികൾ ഉണ്ടാകും. ഇതൊന്നുമല്ല ഒരു പക്ഷേ നമ്മളിൽ നിന്ന് ഈശോ പ്രതീക്ഷിക്കുന്നത്. അവൻ ഫലം തേടി വരുന്ന ഒരു കർഷകന്റെ മനസ്സാണ് ദൈവത്തിന്. അവൻ വിതച്ച വിത്തുകൾ ഫലം ചൂടുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എൻ്റെ ബന്ധങ്ങളിൽ, എൻ്റെ വാക്കുകളിൽ, എൻ്റെ പ്രവൃത്തികളിൽ, എൻ്റെ ജീവിത പരിസരങ്ങളിൽ സുവിശേഷത്തിൻ്റെ ഫലം ചൂടാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? ഞാൻ മിശിഹായുടെ ഭരണം ഈ ഇടങ്ങളിൽ കൊണ്ടുവരുന്നുണ്ടോ? ക്രിസ്തു എന്ന വ്യക്തി വിമോചകനായിരുന്നു. അവൻ അന്ധന് കാഴ്ചയായി, ബധിരന് കേൾവിയായി, മുടന്തൻ്റെ കാലിന് ബലമായി, മൃതനായവന് ജീവനായി. അതുപോലെ സമഗ്രതയുള്ള ഒരു വിമോചനം എല്ലായിടത്തും നൽകാനായിട്ട് ഒരുപക്ഷെ നമുക്ക് സാധിക്കണം. എല്ലാവർക്കും ഓശാന തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.